ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ്റെ പുസ്തകം 40-ാം അധ്യായമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുകയും വ്യൂ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. പ്രഭാഷകൻ അധ്യായം 40 മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ. ഈ അധ്യായത്തിൽ 30 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്ത്? ഉത്തരം: ധാരാളം ജോലി. ചോദ്യം 2. ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നത് എപ്പോൾ വരെ? ഉത്തരം: മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ. ചോദ്യം 3. പൂരിപ്പിക്കുക. അവരുടെ ഡാഷും 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 മരണദിനത്തെക്കുറിച്ചാണ്. ഉത്തരം: ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും. ചോദ്യം 4. രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ ഏവരും അധീനരായി തീരുന്നത് എന്തിന്? ഉത്തരം: കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക്. ചോദ്യം 5. മനുഷ്യൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നത് എങ്ങനെ? ഉത്തരം: ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെയുമാണ് അസ്വസ്ഥനാകുന്നത്. ചോദ്യം 6. അവൻ ഞെട്ടി ഉണരുകയും വിസ്മയിക്കുകയും ചെയ്യുന്നത് എപ്പോൾ? രക്ഷയോട് അടുക്കുമ്പോൾ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. ചോദ്യം 7. എല്ലാ ജീവികൾക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് 7 ഇരട്ടിയും വന്നു ചേരുന്നതെന്ത്? ഉത്തരം: മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു. ചോദ്യം 8. മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും സൃഷ്ടിക്കപ്പെട്ടത് ആർക്കു വേണ്ടിയാണ്? ഉത്തരം: ദുഷ്ടർക്ക് വേണ്ടി. ചോദ്യം 9. ദുഷ്ടർ നിമിത്തം ഉണ്ടായതെന്ത്? ഉത്തരം: ജലപ്രളയം. ചോദ്യം 10. പൂരിപ്പിക്കുക. മണ്ണിൽ നിന്ന് വന്നത് ഡാഷിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ഡാഷിലേക്കും മടങ്ങുന്നു. ഉത്തരം: മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും. ചോദ്യം 11. എന്താണ് നിർമ്മാർജ്ജനം ചെയ്യപ്പെടുക? ഉത്തരം: കൈക്കൂലിയും അനീതിയും. ചോദ്യം 12. എന്താണ് എന്നേക്കും നിലനിൽക്കുക? ഉത്തരം: വിശ്വസ്തത. ചോദ്യം 13. കുത്തി ഒഴുകുന്നത് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതെന്ത്? ഉത്തരം: അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത്. ചോദ്യം 14. ആരാണ് നിശേഷം പരാജയപ്പെടുക? ഉത്തരം: പാപികൾ. ചോദ്യം 15. ആരുടെ സന്തതിയാണ് അധികം ശാഖ ചുടുകയില്ലാത്തത്? ഉത്തരം: ദൈവഭയമില്ലാത്തവൻ്റെ. ചോദ്യം 16. ദൈവഭയമില്ലാത്തവൻ്റെ സന്തതികളെ പ്രഭാഷകൻ്റെ പുസ്തകം 40-ാം അധ്യായം 16-ാം വാക്യം അനുസരിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? ഉത്തരം: വെറും പാറമേൽ പടർന്ന വേരുകൾ, ഏതു പുല്ലിനെയേക്കാൾ വേഗത്തിൽ പിഴുതെടുക്കാൻ പറ്റുന്ന ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ എന്നിങ്ങനെ. ചോദ്യം 17. കാരുണ്യവും ദൈവഭക്തിയും എന്തുപോലെയാണ്? ഉത്തരം: അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെ. ചോദ്യം 18. പ്രഭാഷകൻ്റെ പുസ്തകം 40-ാം അധ്യായം 17-ാം വാക്യം അനുസരിച്ച് എന്നേക്കും നിലനിൽക്കുന്നതെന്ത്? ഉത്തരം: ദാനധർമ്മം. ചോദ്യം 19. ആർക്കാണ് ജീവിതം മധുരമായിരിക്കുന്നത്? ഉത്തരം: സ്വാശ്രയശീലനും അധ്വാനപ്രിയനും. ചോദ്യം 20. സ്വാശ്രയശീലനേക്കാളും അധ്വാനപ്രിയനേക്കാളും ഭാഗ്യവാൻ ആരാണ്? ഉത്തരം: നിധി ലഭിച്ചവൻ. ചോദ്യം 21. എന്തെല്ലാമാണ് ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത്? ഉത്തരം: സന്താനങ്ങളും അവൻ നിർമ്മിച്ച നഗരവും.
ചോദ്യം 22. സന്താനങ്ങളെയും താൻ നിർമ്മിച്ച നഗരത്തെയുംകാൾ വിലമതിക്കപ്പെടുന്നത് എന്ത്? ഉത്തരം: നിഷ്കളങ്കയായ ഭാര്യ. ചോദ്യം 23. ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നതെന്ത്? ഉത്തരം: വീഞ്ഞും സംഗീതവും. ചോദ്യം 24. വീഞ്ഞിനെയും സംഗീതത്തെയുംകാൾ ശ്രേഷ്ഠമായത് എന്ത്? ഉത്തരം: ജ്ഞാനതൃഷ്ണ. ചോദ്യം 25. ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നതെന്ത്? ഉത്തരം: കുഴലും കിന്നരവും. ചോദ്യം 26. കുഴലിനെയും കിന്നരത്തെയുംകാൾ ആസ്വാദ്യമായത് എന്ത്? ഉത്തരം: ഇമ്പമുള്ള മനുഷ്യസ്വരം. ചോദ്യം 27. കണ്ണിന് ആനന്ദം നൽകുന്നതെന്ത്? ഉത്തരം: പ്രസന്നതയും സൗന്ദര്യവും. ചോദ്യം 28. പ്രസന്നതയെയും സൗന്ദര്യത്തെയുംകാൾ ആനന്ദദായകമായതെന്ത്? ഉത്തരം: വയലിലെ ഇളം തളിരുകൾ. ചോദ്യം 29. ആരാണ് എപ്പോഴും സ്വാഗതാർഹരായത്? ഉത്തരം: സുഹൃത്തും സഹചാരിയും. ചോദ്യം 30. സുഹൃത്തിൻ്റെയും സഹചാരിയുടെയും സന്ദർശനത്തേക്കാൾ ഹൃദ്യമായതെന്ത്? ഉത്തരം: ഭാര്യാഭർത്താക്കന്മാരുടെ സന്ദർശനം. ചോദ്യം 31. വിഷമസന്ധികളിൽ ഉപകാരപ്പെടുന്നതാര്? ഉത്തരം: സഹോദരരും സഹായകരും. ചോദ്യം 32. സഹോദരരെയും സഹായകരെയുംകാൾ സുരക്ഷിതമായ അഭയം എന്താണ്? ഉത്തരം: ദാനധർമ്മം. ചോദ്യം 33. പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതെന്ത്? ഉത്തരം: സ്വർണവും വെള്ളിയും. ചോദ്യം 34. സ്വർണത്തെയും വെള്ളിയെയുംകാൾ ശ്രേഷ്ഠമായത് എന്ത്? ഉത്തരം: സദുപദേശം. ചോദ്യം 35. ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നതെന്ത്? ഉത്തരം: ധനവും ബലവും. ചോദ്യം 36. ധനത്തെയും ബലത്തെയുംകാൾ അഭികാമ്യമായതെന്ത്? ഉത്തരം: ദൈവഭക്തി. ചോദ്യം 37. ആർക്കാണ് അന്യസഹായം തേടേണ്ടി വരില്ലാത്തത്? ഉത്തരം: ദൈവഭക്തന്. ചോദ്യം 38. ദൈവഭക്തി മനുഷ്യനെ ആവരണം ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം: ഏത് മഹത്വത്തെയുംകാൾ നന്നായി. ചോദ്യം 39. എന്താണ് ഭിക്ഷാടനത്തേക്കാൾ ഭേദം? ഉത്തരം: മരണം. ചോദ്യം 40. ആരുടെ അസ്തിത്വമാണ് ജീവിതമെന്ന പേരിന് യോഗ്യമല്ലാത്തത്? ഉത്തരം: മറ്റൊരുത്തൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിക്കുന്നവൻ്റെ അസ്തിത്വം. ചോദ്യം 41. അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെത്തന്നെ മലിനനാകാതെ നോക്കുന്നതാര്? ഉത്തരം: ബുദ്ധിമാനും സദുപദേശം ലഭിച്ചവനും. ചോദ്യം 42. ആരുടെ ഉദരത്തിലാണ് അഗ്നി ജ്വലിക്കുന്നത്? ഉത്തരം: നാവിന് ഭിക്ഷാടനം മധുരമായി തോന്നുന്ന നിർലജ്ജൻ്റെ. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പ്രഭാഷകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ നിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ സഹായ സഹകരണങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.